അപ്പോൾ ക്യാൻസർ വി ഓൾ നോ, നമുക്കറിയാം ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ആണെന്ന് അറിയാം അല്ലേ. സോ എന്താണ് ഈ ക്യാൻസറിന്റെ പ്രത്യേകത? എന്താണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അതൊരു സിംഗിൾ ആയിട്ടുള്ളൊരു ഡിസോർഡർ അല്ല. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. നമ്മൾ ഇതെല്ലാം പലതരം ക്യാൻസേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഇൻവോൾവിംഗ് അബ്നോർമൽ സെൽ ഗ്രോത്ത്. ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമൽ സെൽസ് ഗ്രോ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ അബ്നോർമൽ ആയിട്ടാണ് ക്യാൻസർ സെൽസ് ഗ്രോ ചെയ്യുക. അതാണ് ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതായത് അതൊരു അബ്നോർമൽ സെൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഡിസീസാണ്. മാത്രമല്ല അതിന് അബ്നോർമൽ ആയിട്ട് സെൽ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ കഴിയുമെന്ന് മാത്രമല്ല, അതിന് ബോഡിയിലുള്ള പല ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഡിസീസാണ് ക്യാൻസർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നോർമൽ ഹ്യൂമൻ സെൽസ് എങ്ങനെയാന്ന് വെച്ചാൽ അവർ സെൽ ഡിവിഷൻ വഴിയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ എപ്പോഴാണോ നമ്മുടെ ബോഡിക്ക് ആവശ്യം അതിനനുസരിച്ചിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം ഒരു RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 120 ഡേയ്സ് ആണ്. അപ്പോൾ എല്ലാ RBCകളും ഒരു 120 ഡേയ്സിനോട് അടുപ്പിച്ചിട്ട് ദേ വിൽ ഡൈ. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ നിന്ന് RBCകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ RBCകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് ഷെഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് സെല്ലുകൾ ലൂസ് ആവണം. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലിന്റെ ഡീപ്പർ ലെയേഴ്സിൽ നിന്ന് മോർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രോ ചെയ്ത് വരും. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു മെക്കാനിസം ആണ്. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സമയത്ത് സെൽസിനെ ഡിവൈഡ് ചെയ്തുണ്ടാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ സെൽസ് ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൽസ് ഓൾഡ് ആയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പുതിയ സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും ചില സമയത്ത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരു കൺട്രോളിലാണ് നടക്കുന്നത്. ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചില ചെക്ക് പോയിന്റുകൾ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഈ ഒരു ചെക്ക് പോയിന്റുകൾ ഇപ്പം നമുക്ക് നമ്മുടെ സെൽ ഡിവിഷനിൽ തന്നെ കുറെ ബസ് സ്റ്റോപ്പ് പോലത്തെ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആ പോയിന്റിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് സെൽ ഡിവിഷന്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചില മെക്കാനിസംസ് വഴിയാണ് നമ്മുടെ ബോഡിയിലെ സെല്ലുകളുടെ അബ്നോർമൽ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ സാധാരണഗതിയിൽ കൺട്രോൾ ചെയ്ത് വരുന്നത്. അപ്പൊ അതൊരു ഓർഡറിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ചില സെല്ലുകൾക്ക് അവരുടെ ജീനുകളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഈ ഒരു ഓർഡർലി പ്രോസസ്സ് ബ്രേക്ക് ഡൗൺ ആവുകയും അവർക്ക് എല്ലാ കൺട്രോൾ മെക്കാനിസംസിൽ നിന്നും ഒരു എസ്കേപ്പ് കിട്ടുകയും അവർ അബ്നോർമൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അബ്നോർമൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവരവിടെയുള്ള നോർമൽ സെൽസുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടും ഒക്കെ നോർമൽ സെല്ലുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അവിടെയുള്ള നോർമൽ ടിഷ്യൂസിനെ നശിപ്പിച്ച് ഇവർ ആ ഭാഗം ഇൻവേഡ് ചെയ്യും. അപ്പൊ നോർമലി ഫംഗ്ഷൻ ചെയ്തിരുന്ന ഒരു ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ പെട്ടെന്ന് ഡാമേജ്ഡ് ആവുകയും അപ്പൊ ആ ഒരു ഡിസീസിനെ വിളിക്കുന്ന പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഈ സെല്ലുകൾ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകൾ എവിടെ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവരവിടെ ടിഷ്യൂവിന്റെ ലംസ്, ദേ വിൽ ഫോം ഗ്രൂപ്പ്സ് ഓഫ് ടിഷ്യൂസ് ആൻഡ് ദി ആർ കോൾഡ് ആസ് ട്യൂമേഴ്സ്. ഇവരെയാണ് നമ്മൾ ട്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ ദീസ് അബ്നോർമൽ സെൽസ് വെൻ ദേ ഡിവൈഡ് ദേ വിൽ ഫോം ലംസ് ഓഫ് ടിഷ്യൂ വിച്ച് ആർ കോൾഡ് ആസ് ട്യൂമേഴ്സ്. രണ്ട് തരം ട്യൂമേഴ്സ് ഉണ്ട്, ബെനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും. ബെനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ നോൺ ക്യാൻസറസ് ആണ്. ഇപ്പൊ നമ്മുടെ മുഖത്തൊക്കെ വാർട്ട് വരും, അരിമ്പാറ, അതൊക്കെ ബെനൈൻ ട്യൂമറിന്റെ എക്സാമ്പിൾ ആണ്. അത് നോൺ ക്യാൻസറസ് ആണ്, പക്ഷെ ഇറ്റ്സ് എ ട്യൂമർ. അത് അബ്നോർമൽ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ്, പക്ഷെ അത് നോൺ ക്യാൻസറസ് ആണ്. മാത്രമല്ല അതിന് ബോഡിയിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല അൺലെസ് ഇറ്റ് ഇസ് ഓപ്പൺഡ് ഔട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വാട്സ് ഒന്നും പൊട്ടിക്കരുത് എന്ന് പറയും, നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കരുത് എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ സാധാരണഗതിയിൽ അവരുടെ പുറത്തൊരു ക്യാപ്സ്യൂൾ അല്ലെ കോട്ട് ഉണ്ട്. അപ്പൊ അതുള്ളത് കാരണം ഈ സെല്ലുകളൊക്കെ അതിന്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിരിക്കും. ദേ കനോട്ട് മൂവ് ടു അതർ പ്ലേസസ്. അതുകൊണ്ട് ഈ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഹാംലെസ് ആയിട്ടുള്ള നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സിനെയാണ് നമ്മൾ ബെനൈൻ ട്യൂമർ എന്ന് വിളിക്കുന്നത്. ഇവർ നോൺ ഇൻവേസീവ് ആണ്, മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവില്ല, അവർ ലോക്കലൈസ്ഡ് ആണ്, സ്ലോ ഗ്രോത്ത് ആണ്. മറ്റ് ക്യാൻസർ സെൽസിനെ അപേക്ഷിച്ച് സ്ലോ ഗ്രോത്ത് ആണ്. അവർക്ക് ബോഡിയുടെ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിവില്ല. നമ്മൾ അവരുടെ ഹിസ്റ്റോളജി അനലൈസ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും അവരുടെ സെൽസ് ഒക്കെ നോർമൽ അപ്പിയറൻസ് ഉള്ളതാണ്. നേരെ മറിച്ച് മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർ ക്യാൻസറസ് ആണ്, അവർ ഡ്രെഡ്ഫുൾ ആണ്, ഹാംഫുൾ ആണ്. അവരുടെ പുറത്ത് ക്യാപ്സ്യൂൾസ് ഒന്നുമില്ല, നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എവിടേക്ക് വേണമെങ്കിലും അവർക്ക് സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ സെൽസും അങ്ങനെ നോർമൽ സെൽസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും.
അവരുടെ ന്യൂക്ലിയ ഒക്കെ ലാർജ് ന്യൂക്ലിയ ആയിരിക്കും, ലാർജ് ഡാർക്ക് ന്യൂക്ലിയ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ സെല്ല് ഗ്രോ ചെയ്യാൻ അവർ സമയം കൊടുക്കില്ല. ഡിവിഷൻ. അതുകൊണ്ട് സൈറ്റോപ്ലാസ്മിക് ഇന്റീരിയൽ പുതിയതായിട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഡിവിഷൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മറ്റു സെല്ലുകളെ അപേക്ഷിച്ച് അവരുടെ ന്യൂക്ലിയസിന് വലിപ്പം കൂടുതൽ തോന്നിക്കും സൈറ്റോപ്ലാസത്തിനെക്കാട്ടിലും. കാരണം സൈറ്റോപ്ലാസത്തിന് ഗ്രോ ചെയ്യാനുള്ള സമയം കൊടുക്കുന്നില്ല, അപ്പോഴത്തേക്ക് അടുത്ത ഡിവിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അബ്നോർമൽ ഷേപ്പ്, ഇതൊക്കെ ക്യാൻസർ സെൽസിന്റെ പ്രത്യേകതയാണ്. സോ ദേ വിൽ ഹാവ് അബ്നോർമൽ ഷേപ്പ്. ഇനി അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് അതർ കാർസിനോമ, സാർക്കോമ, ലൂക്കേമിയ, ലിംഫോമ, ബ്ലാസ്റ്റോമ, മൾട്ടിപ്പിൾ മൈലോമ, മെലനോമ എക്സെട്ര. കാർസിനോമ എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയൽ സെൽസിന് വരുന്ന ക്യാൻസർ ആണ്. സാർക്കോമ എന്ന് പറഞ്ഞാൽ മീസോഡേർമൽ കണക്റ്റീവ് ടിഷ്യൂവിന് വരുന്ന ക്യാൻസർ ആണ്. ലൂക്കേമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫോമിംഗ് ആയിട്ടുള്ള ഹെമാറ്റോപോയറ്റിക് ടിഷ്യൂസിന് വരുന്ന ക്യാൻസർ ആണ്. ഹെമാറ്റോപോയറ്റിക് എന്ന് പറഞ്ഞാൽ ദോസ് സെൽസ് വിച്ച് ഗീവ് റൈസ് ടു ദ ബ്ലഡ് സെൽസ്. നമുക്കറിയാം ബോൺ മാരോയിലുള്ള സെല്ലുകളിൽ നിന്നാണ് നമ്മുടെ ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബോൺ മാരോയിലുള്ള ഹിമാറ്റിക് പോയറ്റിക് ടിഷ്യൂവിനാണ് ക്യാൻസർ വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ലൂക്കേമിയ ഓർ ബ്ലഡ് ക്യാൻസർ. ദെൻ ലിംഫോമ നമ്മുടെ ലിംഫോസൈറ്റ്സിന് വരുന്ന ക്യാൻസർ ആണ്. ബ്ലാസ്റ്റോമ ഇമ്മച്വർ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ചില സെൽസ് ഉണ്ട്. ഇപ്പൊ റെറ്റിനോബ്ലാസ്റ്റോമ നമ്മുടെ കണ്ണിലെ റെറ്റിനയിലുള്ള പ്രിക്കേഴ്സർ സെൽസിന് വരുന്ന ക്യാൻസർ ആണ് റെറ്റിനോബ്ലാസ്റ്റോമ. ബ്ലാസ്റ്റോമ പ്രിക്കേഴ്സർ സെൽസ് അല്ലെങ്കിൽ എംബ്രിയോണിക് ടിഷ്യൂസിന് വരുന്ന ക്യാൻസർ ആണ്. മൾട്ടിപ്പിൾ മൈലോമ അത് ആന്റിബോഡി പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള നമ്മുടെ ലിംഫോസൈറ്റുകൾക്ക് വരുന്ന ക്യാൻസർ ആണ്. മെലനോമ എന്ന് പറഞ്ഞാൽ സ്കിന്നിലുള്ള മെലനോസൈറ്റ്സിന് വരുന്ന ക്യാൻസർ ആണ്. കുറച്ച് കോമൺ ആയിട്ടുള്ള ക്യാൻസേഴ്സിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത് സെമിനാർ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വീഡിയോ തന്നിട്ടുള്ളതാണ്. അപ്പൊ അത് കണ്ടിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. നൗ അപ്പൊ നമുക്കിനി ക്യാൻസർ സെൽസിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. So, the first property of cancer cell is uncontrolled multiplication due to defective cell cycle regulation. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, നോർമൽ സെൽസ് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുക ഒരു ഓർഡർലി മാനറിലാണ്, ഒരു ജനറ്റിക്കലി പ്രോഗ്രാംഡ് മാനറിലാണ്. കാരണം അവരുടെ സെല്ലില് ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആണ്. അതായത് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്, സെൽ ഡിവിഷൻ ഇത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ഇന്ന സമയത്തേ പാടുള്ളൂ, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ഇങ്ങനെ ഒരു സിഗ്നൽ വന്നാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നനുസരിച്ച് അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ നോർമൽ സെൽസിൽ സെൽ സൈക്കിൾ പ്രോഗ്രാം എപ്പോഴും പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ക്യാൻസർ സെൽസ് ഈ കൺട്രോൾ മെക്കാനിസംസിനെയോ ഈ ചെക്ക് മെക്കാനിസംസിനെയോ ഒന്നും ഒബേ ചെയ്യില്ല. അവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ നടത്താനും അതുവഴി ട്യൂമർ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന സെല്ലുകൾ മിക്കവാറും ഇമ്മച്വർ ആയിരിക്കും, പ്രോപ്പർലി ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കില്ല. നമ്മുടെയൊക്കെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിഫറൻഷിയേറ്റഡ് ആവും. ദേ വിൽ ബിക്കം സ്പെഷ്യലൈസ്ഡ് ഫോർ എ സർട്ടൺ ഫംഗ്ഷൻ. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ഡിഫറൻസിയേഷൻ ഒന്നും ഉണ്ടാവില്ല, അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും, ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും. യു ക്യാൻ സീ ഫ്രം ദ പിക്ചർ അല്ലെ. സോ ദിസ് ഇസ് നോർമൽ ഗ്രോത്ത് ഓഫ് എ ടിഷ്യൂ വെയർസ് ദിസ് ഇസ് ട്യൂമർ ഗ്രോത്ത്. യു ക്യാൻ സീ ഹൗ അബ്നോർമലി, ഹൗ ഡിസോർഡർലി ദ സെൽസ് ഹാവ് ഡിവൈഡഡ്. സോ ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യാൻസർ സെൽസ്. അതിന്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്രെയിനിലുള്ള അഡൾട്ട് ബ്രെയിൻ സെല്ലുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ വോണ്ട് ഡിവൈഡ് എനിമോർ. അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോയിട്ടുള്ള സെല്ലുകളാണ്. അത്തരം സെല്ലുകൾക്ക് ക്യാൻസർ വരാറില്ല, അത്തരം സെല്ലുകൾ ക്യാൻസറസ് ആയി മാറാറില്ല. കാരണം ഓൾറെഡി അവർക്ക് സെൽ ഡിവിഷൻ എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതാണ്. ആര്? അഡൾട്ട് ബ്രെയിൻ സെല്ലുകൾ. മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് പ്രൂഫ് വിച്ച് സേസ് ദാറ്റ് cancer cells they have to get the ability of uncontrolled multiplication. മൾട്ടിപ്ലിക്കേഷനുള്ള എബിലിറ്റി ടോട്ടലി പോയിട്ടുള്ള സെല്ലുകൾ യൂഷ്വലി ട്യൂമറിന് വിധേയപ്പെടാറില്ല. ഇനി അടുത്തത് 2, ആങ്കറേജ് ഡിപ്പെൻഡൻസ്. ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഷിപ്പിന്റെ ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? നങ്കൂരം അല്ലെ. ഒരു സ്ഥലത്ത് അവിടെ സെറ്റിൽ ആകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആങ്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ആങ്കറേജ് എന്ന് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് സെൽ കൾച്ചർ ചെയ്യുന്ന ഒരു ഫ്ലാസ്ക് ആണ് കേട്ടോ. ഇത് സെൽ കൾച്ചർ ചെയ്യുന്ന ഒരു ഫ്ലാസ്ക് കണ്ടോ. യു കൻ സീ ദിസ് ഫ്ലാസ്ക് ഇൻ വിച്ച് സെൽ കൾച്ചറിന് ആവശ്യമായ മീഡിയം ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. മുകളിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് മീഡിയം അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇനി സെല്ലുകളെ നമ്മൾ അതിനകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യാണ്. ഈ സെല്ലുകളെ നമ്മൾ അതിനകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്ത് നോർമൽ സെല്ലാണ് കേട്ടോ. എപ്പോഴും ഇവരൊരിക്കലും ഈ വെള്ളത്തിൽ വളരില്ല, ഐ മീൻ ഈ മീഡിയത്തിൽ അവർ വളരില്ല. ദേ വോണ്ട് ഗ്രോ ഫ്രീ ഇൻ ദിസ് മീഡിയം. സസ്പെൻഡഡ് ആയിട്ട് അവർ വളരില്ല. പകരം ഈ ബേസിലുള്ള ഈ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടേ വളരുള്ളൂ. അപ്പോൾ ഒരു ലെയർ ഫോം ചെയ്തു, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ. അപ്പോൾ എപ്പോഴും ഒരു ആങ്കറേജ് അല്ലെങ്കിൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ? ആർക്ക്? നോർമൽ സെൽസിന് ഗ്രോ ചെയ്യാൻ.
സോ നോർമൽ സെൽസിന് എപ്പോഴും മൾട്ടിപ്ലിക്കേഷന് ഒരു എന്താവശ്യമുണ്ട്, സർഫസ് ആവശ്യമുണ്ട്, ഒരു ആങ്കറേജ് അവർക്ക് ആവശ്യമാണ്. അവരെ നമ്മൾ ഇപ്പൊ ഫോഴ്സ്ഫുൾ ആയിട്ട് സസ്പെൻഷനിലിട്ട് വളർത്താനോ മീഡിയത്തിലിട്ട് വളർത്താനോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു ഗ്രോ ദം ബിക്കോസ് ദേ റിക്വയർ ആൻ ആങ്കറേജ്. പക്ഷേ ക്യാൻസർ സെൽസിന് അതും വേണ്ട. ദേ ആർ ആങ്കറേജ് ഇൻഡിപെൻഡന്റ്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഈവൻ ഗ്രോ ഇൻ എ മീഡിയം ഓർ എ സസ്പെൻഡഡ് കണ്ടീഷനിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അവർക്ക് അഡ്വാൻറ്റേജസ് ആണ്. നമ്മുടെ ബോഡിക്കകത്ത് ഇതേ ബിഹേവിയർ അവർ കാണിക്കുക. അവർക്ക് നമ്മുടെ ബോഡിയിൽ ആങ്കറേജ് ഒന്നും ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ക്യാൻസർ സെൽസിനുണ്ട്. ഇതൊക്കെ അവരെ എനേബിൾ ചെയ്യും. എന്തിന്? മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും മറ്റും. Now the third one is lack of contact inhibition and reduced cellular adhesion. Adhesive. What do you mean by an adhesive? Adhesive എന്ന് പറഞ്ഞാൽ പശ. What do you mean by cellular adhesion? സെല്ലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത്, that is called cellular adhesion. അപ്പോൾ നമ്മുടെ നോർമൽ സെല്ലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അഡ്ഹസീവ് പവേഴ്സ് ഉള്ളവരാണ് നമ്മുടെ നോർമൽ സെൽസ്. രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇതിനെ എനേബിൾ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെയൊക്കെ പുറത്തുള്ള ഒരു സെൽ കോട്ടിന്റെ പുറത്തുള്ള ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ഉണ്ട്, അതിന്റെ പേരാണ് ഫൈബ്രോനെക്റ്റിൻ. അതേപോലെ CAMs ഉണ്ട്. CAM എന്ന് പറഞ്ഞാൽ സെൽ അഡ്ഹേഷൻ മോളിക്യൂൾസ്. സെൽ അഡ്ഹേഷൻ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് കാഡ്ഹെറിൻ, സിലെക്റ്റിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈക്ക് സെൽ അഡ്ഹേഷൻ മോളിക്യൂൾ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഫാമിലിയുള്ള സെൽ അഡ്ഹേഷൻ മോളിക്യൂൾ, ഇൻറ്റഗ്രിൻ. ഇതൊക്കെ സെല്ലുകളെ തമ്മിൽ കൂട്ടി ഒട്ടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ്. അപ്പോൾ നോർമൽ സെൽസിന്റെ സർഫസസ് ഒക്കെ സ്റ്റിക്കി ആണ്. They have the tendency to stick to each other. They have got high adhesive powers. This is because of the presence of a glycoprotein called fibronectin on the cell coat, as well as the presence of certain molecules which are called as cell adhesion molecules or CAM. Cell adhesion molecules in example ആണ് കാഡ്ഹെറിൻ, ഇൻറ്റഗ്രിൻ, സെലക്റ്റിൻ ഒക്കെ. ഇനി ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണ്? ഈ സെല്ലുലാർ അഡ്ഹേഷൻ കൊണ്ട് എന്താണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി? അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി, ദ സ്പേസ് ഇസ് നൗ ഫിൽഡ്, ഇനിയിപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ പരസ്പരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ട, നമ്മുടെ ഇടയിലുള്ള സ്പേസ് ഫില്ലായി. ഇതിനെയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ കോണ്ടാക്ട് വരികയും ആ കോണ്ടാക്ട് ഒരു സ്റ്റിമുലസ് ആയി മാറും. എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ? അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ. ഇതിനാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി നോർമൽ സെൽസിനുള്ളത്. അതായത് കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇസ് എ പ്രോപ്പർട്ടി വിച്ച് ഇസ് പൊസസ്ഡ് ബൈ നോർമൽ സെൽസ് ബൈ വിച്ച് ദേ വിൽ റെസ്ട്രിക്ട് സെൽ ഡിവിഷൻ വൺസ് ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റിൽ വന്നാൽ ഇറ്റ് ഇസ് എ സിഗ്നൽ ടു സ്റ്റോപ്പ് സെൽ ഡിവിഷൻ. അത് നോർമൽ സെൽസിന്റെ പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്യാൻസർ സെൽസിന്റെ പ്രത്യേകത എന്താ? അവർക്ക് കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇല്ല. അതാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ ബാക്കിയുള്ള ക്യാൻസർ സെൽസിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ ക്യാൻസർ സെൽസിന് ആ പ്രോപ്പർട്ടി ഉണ്ടെന്നാ പറയാ. പക്ഷെ കോണ്ടാക്ട് ഇൻഹിബിഷൻ വരുമ്പോൾ അത് ഇല്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നോർമൽ സെൽസിനുള്ള പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. എന്നാൽ ക്യാൻസർ സെൽസിന് ആ പ്രോപ്പർട്ടി ഇല്ല. നോർമൽ സെൽസ് വിൽ ഗ്രോ ഇൻ എ കൾച്ചർ ഡിഷ് അണ്ടിൽ ദേ കവർ ദ സർഫസ് ആസ് എ മോണോലെയർ. ഒരൊറ്റ ലെയർ ഫോം ചെയ്തു, അതോടെ അവർ സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. ക്യാൻസർ സെൽസ് അങ്ങനെയല്ല. അവര് പിന്നാലെ ഗ്രോ ചെയ്ത് അവര് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഒക്കെ ഫോം ചെയ്യും. അപ്പൊ ഇത് ക്യാൻസർ സെൽസിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. അതായത് റെഡ്യൂസ്ഡ് സെല്ലുലാർ അഡ്ഹെഷൻ ആൻഡ് ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ക്യാൻസർ സെൽസിന് കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി ഇല്ല. കോണ്ടാക്റ്റിൽ വന്നാലും ദേ വിൽ കണ്ടിന്യൂ മൾട്ടിപ്ലിക്കേഷൻ. നോർമൽ സെൽസ് അങ്ങനെയല്ല. Once they come in contact, they will obey like good students and stop multiplication. But here, the cancer cells, once they come in contact with each other, they will stop. Even if they come in contact with each other, they will continue multiplication. So that is called lack of contact inhibition. ഇനി അപ്പോൾ ക്യാൻസർ സെൽസിന് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഇല്ല. മാത്രമല്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ഹിയർ ചെയ്യാനുള്ള ടെൻഡൻസിയും കുറവാണ്. അതായത് സെല്ലുകളെ തമ്മിൽ അഡ്ഹിയർ ചെയ്യുന്ന മോളിക്യൂൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സെൽ അഡ്ഹേഷൻ മോളിക്യൂൾസും ഫൈബ്രോനെക്റ്റിനും. ഇതൊക്കെ ക്യാൻസർ സെൽസിൽ വളരെ കുറവ് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്യാൻസർ സെൽസിൽ സെൽ അഡ്ഹേഷൻ മോളിക്യൂൾസ് അതേപോലെ തന്നെ ഫൈബ്രോനെക്റ്റിൻ പോലെയുള്ള മോളിക്യൂൾസ് ഒക്കെ വളരെ കുറവാണ്. അവരുടെ എക്സ്പ്രഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്മെന്റ് വരിക,
അല്ലെങ്കിൽ ആ അറ്റാച്ച്മെന്റ് വന്നതുകൊണ്ട് സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ആവുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവരാരെയും നോക്കാതെ അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത്, ഈ ഒരു പ്രോപ്പർട്ടി മെറ്റാസ്റ്റാസിസ്, ഇതാണ് ക്യാൻസർ സെൽസിന്റെ ഏറ്റവും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ക്യാൻസറിനെ ഇത്രയും ഡ്രെഡഡ് ആയിട്ടുള്ള ഡിസീസ് ആക്കി മാറ്റുന്നത് ഈ ക്യാൻസർ സെൽസിന്റെ ഈ പ്രോപ്പർട്ടിയാണ്, വിച്ച് ഇസ് കോൾഡ് ആസ് മെറ്റാസ്റ്റാസിസ്. വാട്ട് ഡു യു മീൻ ബൈ മെറ്റാസ്റ്റാസിസ്? മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ the cancer cell has the ability to detach from one site of the body and go to another site of the body and establish another cancer or another tumor there. അതിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. നോർമൽ സെൽസിന് ഈ പ്രോപ്പർട്ടി സാധാരണഗതിയിൽ കുറവാണ്. അവർക്ക് അവരുടെ സ്വന്തം സൈറ്റിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ബ്ലഡ് വെസലിലൂടെയോ അല്ലെങ്കിൽ ബ്ലഡിലൂടെയോ പ്ലാസ്മയിലൂടെയോ ഒക്കെ കയറിപ്പോയി വേറെ എവിടെയെങ്കിലും ചെന്ന് അവിടെ ചെന്ന് മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെയുള്ള ടെൻഡൻസി ഒന്നും നോർമൽ സെൽസിന് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സെല്ലുലാർ അഡ്ഹഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഈ അഡ്ഹസീവ്നെസ് ക്യാൻസർ സെൽസിന് വളരെ കുറവാണ്. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് അവരുടെ ഓൺ സൈറ്റുകളിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യാനും മറ്റുള്ള സൈറ്റുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അവിടെ ചെന്ന് ഇൻവേഡ് ചെയ്യാനും അവിടെ പുതിയ ട്യൂമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ കഴിവുണ്ട്. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പുതിയ ട്യൂമേഴ്സിനുള്ള പേരാണ് നിയോപ്ലാസം. നിയോ മീൻസ് ന്യൂ, പ്ലാസം മീൻസ് ദ സെൽ. സോ ദേ വിൽ ബി ഏബിൾ ടു ഫോം ന്യൂ ടിഷ്യൂസ് ദർ. അതിനെയാണ് നമ്മൾ നിയോപ്ലാസംസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാലോ ക്യാൻസർ സെൽസിന് ബോഡിയുടെ ഒരു കൺട്രോൾ മെക്കാനിസംസിനെ അവർ ഒബേ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർ എക്സസീവ്ലി ഡിവൈഡ് ചെയ്ത് മറ്റുള്ള ടിഷ്യൂസിനെ ഇൻവേഡ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ ഇൻവേഷൻ പ്രോപ്പർട്ടി, ക്യാൻസർ സെൽസിന്റെ ഈ ഇൻവേഷൻ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് അവർ ഇൻവേഡ് ചെയ്യുക? അവർക്ക് പ്ലാസ്മയിൽ ഈ പറയുന്ന ലിംഫിലൂടെയും അതേപോലെ ബ്ലഡിലൂടെയും ഒക്കെ സഞ്ചരിച്ച് വേറെ സെല്ലിൽ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും, വേറെ ടിഷ്യൂസിൽ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഡ്രെഡഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്യാൻസർ സെൽ വിച്ച് ഇസ് കോൾഡ് ആസ് മെറ്റാസ്റ്റാസിസ്. The place where the tumor is first formed or the tumor first formed is called primary tumor. You can see from the primary tumor they get detached. They will invade through a blood vessel. Blood vessel ഉള്ളിലേക്ക് കുത്തി കയറുന്നതിനാണ് ഇൻട്രാവാസേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ കൂടെ ട്രാവൽ ചെയ്ത് വേറെ ഏതെങ്കിലും സൈറ്റിലെത്തിയാൽ ഈ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് എക്സ്ട്രാവാസേഷൻ. എന്നിട്ട് അവരിതേ അടുത്ത സ്ഥലത്ത് ട്യൂമർ ഫോം ചെയ്തു. കണ്ടോ? സോ this is how they form secondary tumors. Primary tumor എന്ന് പറഞ്ഞാൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ട്യൂമർ. അപ്പൊ ഈ പ്രൈമറി ട്യൂമർ ഏത് സൈറ്റിലാണോ അവിടുന്ന് ഡിസ്ലോഡ്ജ് ആയി അവിടുന്ന് ഒരു ബ്ലഡ് വെസലിന്റെയോ അല്ലെങ്കിൽ ലിംഫസലിന്റെ ഉള്ളിൽ കയറി വേറൊരു സൈറ്റിലെത്തുമ്പോൾ പുറത്തിറങ്ങി അവിടെ പുതിയ ട്യൂമർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഇവരുടെ ഈ കഴിവിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദി എബിലിറ്റി ഓഫ് എ ക്യാൻസർ സെൽ ടു സ്പ്രെഡ് ഫ്രം വൺ സൈറ്റ് ഓഫ് ദി ബോഡി ടു ദി അതർ. ഇനി അടുത്തത്, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ആൻജിയോജനസിസ്. ആൻജിയോജനസിസ് എന്ന് പറഞ്ഞാൽ ഇവരെ മെറ്റാസ്റ്റാസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക. ഇങ്ങനെ പോകണമെങ്കിൽ ദ റിക്വയർ എ മീഡിയം. മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ബ്ലഡ്. അതിൽ കൂടെ അല്ലേ നമ്മുടെ ബോഡിയിലുള്ള പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അപ്പോ ഇവരുടെ ഈ ഒരു യാത്ര കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി അവരൊരു കാര്യം ചെയ്യും. അവർക്കൊരു എബിലിറ്റി ഉണ്ട്, ആൻജിയോജനസിസ്. ആൻജിയോ മീൻസ് ബ്ലഡ് വെസൽ, genesis means formation. That means they have the ability to induce blood vessel formation in our body. നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തും പുതിയ പുതിയ ബ്ലഡ് വെസൽസ്, പുതിയ റോഡ് വെട്ടണ പോലെ പുതിയ പുതിയ ബ്ലഡ് വെസൽസിനെയും അവർക്ക് എന്താ പറയാ ഡെവലപ്പ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആൻജിയോജനസിസ്. അപ്പൊ അവർക്ക് വാസ്കുലാർ നെറ്റ്വർക്ക് കൂട്ടാനുള്ള കഴിവുണ്ട്. കാരണം എന്താ? ഈ വാസ്കുലാർ നെറ്റ്വർക്ക് കൂട്ടിയാലേ അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴി തുറന്നു കിട്ടുള്ളൂ. മാത്രമല്ല അവർ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നവരാ. അപ്പോൾ ഒരുപാട് ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ആവശ്യമുണ്ട്. വേസ്റ്റ് കളയണം. അപ്പോൾ ഇത് കളയുന്നതും ബ്ലഡിലൂടെ തന്നെയാണ് അല്ലേ? ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ സെല്ലുകൾക്ക് സപ്ലൈ ചെയ്യുന്നതും സെല്ലുകളുടെ വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ബ്ലഡാണ്. അപ്പൊ ഇവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നവർക്ക് ഇവർക്ക് ഓക്സിജന്റെ ന്യൂട്രിയൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട്, വേസ്റ്റ് കളയാൻ വേണം. അപ്പൊ അതും ഈ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബ്ലഡ് വെസൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് വെസൽ ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാപ്പിലറി ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് ക്യാൻസർ സെൽസിന്. ഒന്ന്, അവർക്ക് ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കിട്ടും, വേസ്റ്റ് കളയാൻ പറ്റും. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് മെറ്റാസ്റ്റസൈസ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു ആൻജിയോജനറ്റിക് പ്രോപ്പർട്ടിയുടെ ഫലമായിട്ട് പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവും, പുതിയ ലിംഫാറ്റിക് വെസൽസ് ഉണ്ടാവും. അപ്പോൾ അവര് എന്താ പറയാ, അത് ഉപയോഗിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും. ഇതിനെയാണ് നമ്മൾ ആൻജിയോജനസിസ് എന്ന് പറയുന്നത്.
സോ യു ക്യാൻ സീ ദ ട്യൂമർ സെക്രീഷൻ ഓഫ് ആൻജിയോജനിക് ഫാക്ടേഴ്സ്. കണ്ടോ, ഇതൊരു ട്യൂമർ. ഈ ട്യൂമർ കുറച്ച് സബ്സ്റ്റൻസസിനെ റിലീസ് ചെയ്യും, അതുവഴി ബ്ലഡ് വെസൽ ഗ്രോത്ത് കൂടും. കണ്ടോ? ഇനി അടുത്ത പ്രോപ്പർട്ടി ക്യാൻസർ സെല്ലിന്റെ ലോസ് ഓഫ് സെൽ റെക്കഗ്നിഷൻ ആൻഡ് ടിഷ്യൂ സ്പെസിഫിസിറ്റി. അതായത് നോർമൽ സെൽസിന് അവരുടെ അതേ കൈൻഡ് ഓഫ് സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ദേ ഹാവ് ദി എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ സെൽസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. മറ്റ് ടിഷ്യൂവിലുള്ള സെല്ലുകളെ അവരെ തമ്മിൽ അവർക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് സെൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടിഷ്യൂവിൽ തന്നെ ഇരിക്കാനാണ് അവർ പ്രിഫർ ചെയ്യുക. ദേ വിൽ പ്രിഫർ ടു അറ്റാച്ച് ടു ടിഷ്യൂസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. ഇതിനെ നമ്മൾ ടിഷ്യൂ സ്പെസിഫിസിറ്റി എന്ന് പറയും. ക്യാൻസർ സെൽസിന് അങ്ങനത്തെ യാതൊരു സെൽ റെക്കഗ്നിഷനോ ടിഷ്യൂ സ്പെസിഫിസിറ്റിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ടിഷ്യൂ സ്പെസിഫിക് അല്ല അറ്റാച്ച് ചെയ്യുന്നിടത്ത്. എവിടെ വേണേലും പോയി അറ്റാച്ച് ചെയ്യും, എവിടെ വേണേലും ഗ്രോ ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ലോസ് ഓഫ് സെൽ റെക്കഗ്നിഷൻ ആൻഡ് ടിഷ്യൂ സ്പെസിഫിസിറ്റി. അതായത് അവനവന്റെ ജനസിലുള്ള സെല്ലുകളെയും ടിഷ്യൂവിനെയും തിരിച്ചറിയാനുള്ള കഴിവ് വളരെ കുറവാണ്. ഇതാണ് സെൽ റെക്കഗ്നിഷൻ. അവനവന്റെ ജനസിൽപ്പെട്ട ടിഷ്യൂവിന്റെ അവിടെ ഇരിക്കാനാണ് അവർ പ്രിഫർ ചെയ്യുക. ഇറ്റ് ഇസ് കോൾഡ് ടിഷ്യൂ സ്പെസിഫിസിറ്റി. ഇതൊന്നും ക്യാൻസർ സെൽസിന് ഇല്ല. നോർമൽ സെൽസിന് ഈ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്, ക്യാൻസർ സെൽസിന് ഇല്ല. ഇനി അടുത്തത് ക്യാൻസർ സെൽസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വേഗം ഡിവൈഡ് ചെയ്യുന്ന സെല്ല. വലിയ ഡിഫറൻസിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എംബ്രിയോണിക് സെല്ലുകളെ പോലെയാ, അതായത് വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള സെല്ലുകളുടെ പോലെയാണ് ഇവരുടെ ബിഹേവിയർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ചില പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദീസ് പ്രോട്ടീൻസ് ആർ ദോസ് പ്രോട്ടീൻസ് വിച്ച് വി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെൻ വി വർ എംബ്രിയോ. നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. നമ്മുടെ അഡൾട്ട് ആകുമ്പോഴത്തേക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നിന്നിട്ടുണ്ടാവും, അതിന്റെ ജീനൊക്കെ ഓൾറെഡി സ്വിച്ച് ഓഫ് ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷേ certain cancer cells, once they become cancerous, they start producing proteins which we used to produce only in our embryonic stages. നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജസിൽ മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചില പ്രോട്ടീൻസ് നമുക്ക് ക്യാൻസർ സെൽസിൽ റീഅപ്പിയർ ചെയ്യുന്ന കാണാൻ പറ്റും. നോർമൽ സെൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല, നോർമൽ അഡൽട്ട് സെൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇതിനെയാണ് എംബ്രിയോണിക് ടൈപ്പ് പ്രോട്ടീൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ കാരണം എന്താണ്? നമുക്കറിയാം ക്യാൻസർ സെൽസ് നമ്മുടെ എംബ്രിയോണിക് സെല്ലുകളെ പോലെ ഇമ്മച്ചുവർ ആണ്, അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കേട്ടോ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ്, എംബ്രിയോണിക് പ്രോട്ടീൻസിന് എക്സാമ്പിൾ ആണ് AFP, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് ലൈക്ക് ഓർഫൻ റിസപ്റ്റർ 1ROR1 പ്രോട്ടീൻ, അതുപോലെ CEP65 ക്യാൻസർ ആൻഡ് എംബ്രിയോ എക്സ്പ്രഷൻ പ്രോട്ടീൻ. ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ഒക്കെ സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിൽ എംബ്രിയോണിക് സ്റ്റേജിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ വൺസ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ എംബ്രിയോണിക് പ്രോട്ടീൻസ് ഒക്കെ ആ ക്യാൻസർ സെൽസിൽ ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു കാര്യത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യാം, ഡയഗ്നോസിസിനും ഹെൽപ്പ് ചെയ്യാം. ദ പ്രസൻസ് ഓഫ് എംബ്രിയോണിക് പ്രോട്ടീൻസ് ഈസ് എ ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദ പ്രസൻസ് ഓഫ് സർട്ടൻ സ്പെസിഫിക് എംബ്രിയോണിക് പ്രോട്ടീൻസ്, AFP, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഒക്കെ. ഇനി അടുത്തത് ഇവരുടെ വേറൊരു പ്രോപ്പർട്ടിയാണ് കാറ്റാപ്ലാസിയ. മെറ്റാപ്ലാസിയ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഫോമിങ് മൾട്ടിപ്പിൾ ലെയേഴ്സ്, ഇവരുടെ പ്രോപ്പർട്ടിയാണ്. മറ്റൊന്നാണ് കാറ്റാപ്ലാസിയ. കാറ്റാപ്ലാസിയ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ഇല്ലാത്തൊരവസ്ഥ. അതായത് മോർഫോളജിക്കൽ, ബയോകെമിക്കൽ, ഫിസിയോളജിക്കൽ ഡിഫറൻസിയേഷൻ വളരെ കുറവായിരിക്കും ഇവർക്ക്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ സെല്ലുകൾ തന്നെ പലതരത്തിൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. മസിൽ സെൽസ് തന്നെ സ്മൂത്ത് മസിൽ സെൽസ് ഉണ്ട്, സ്ട്രയേറ്റഡ് മസിൽ സെൽസ് ഉണ്ട്, കാർഡിയാക് മസിൽ സെൽസ് ഉണ്ട്. ബ്ലഡ് സെൽസ് തന്നെ ലിംഫോസൈറ്റ്സ് ഉണ്ട്, മോണോസൈറ്റ്സ് ഉണ്ട്, ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ, RBC. ഇങ്ങനെ ഡിഫറൻഷിയേറ്റഡ് ആണ് നമ്മുടെ സെല്ലുകൾ. അതായത് അവർ സ്പെഷ്യലൈസ്ഡ് ആയി കഴിഞ്ഞ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്. പക്ഷെ ക്യാൻസർ സെൽസിൽ അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ വളരെ കുറവാണ്. അപ്പൊ ഇത്തരം അബ്നോർമൽ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനാണ് നമ്മൾ കാറ്റാപ്ലാസിയ എന്ന് പറയുന്നത്. കാറ്റാപ്ലാസിയ രണ്ട് തരത്തിലാണ്. ഇറ്റ് ഈസ് അനാപ്ലാസിയ ആൻഡ് ഡിസ്പ്ലാസിയ. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് കാറ്റാപ്ലാസിയ വിച്ച് ഈസ് കോൾഡ് അനാപ്ലാസിയ ആൻഡ് ഡിസ്പ്ലാസിയ. അനാപ്ലാസിയ എന്ന് പറഞ്ഞാൽ ടോട്ടലി അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും, ഒരു ഫ്രഷ് സെല്ല് പോലെ. അതാണ് അനാപ്ലാസിയ. സോ ടോട്ടലി അൺഡിഫറൻഷിയേറ്റഡ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് അനാപ്ലാസിയ. പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് ഡിസ്പ്ലാസിയ. സോ രണ്ടായാലും നോർമൽ സെല്ലിനെ പോലെയല്ല. സോ ടോട്ടൽ ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ ഇസ് കോൾഡ് ആസ് അനാപ്ലാസിയ ആൻഡ് പാർഷ്യൽ ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ ഇസ് കോൾഡ് ആസ് ഡിസ്പ്ലാസിയ. ഇതും ക്യാൻസർ സെൽസിന്റെ പ്രത്യേകതയാണ്.
അപ്പോൾ അത് ഈ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഡിഫറൻഷിയേഷൻ ഒക്കെ കൊണ്ട് നമുക്ക് ഇവരെ പെട്ടെന്ന് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. കേട്ടോ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇമ്മോർട്ടാലിറ്റി ആണ്. വാട്ട് യു മീൻ ബൈ ഇമ്മോർട്ടാലിറ്റി? ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കില്ല, മീൻസ് അനശ്വരത്വമാണ് ഇവരുടെ ഇമ്മോർട്ടാലിറ്റി. സോ വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഇതറിയണമെങ്കിൽ നോർമൽ സെൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. നോർമൽ സെൽസിന് അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ടൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. നോർമൽ സെൽ, ഒരു നോർമൽ സെല്ലിനെ നിങ്ങൾ വിചാരിക്കുക, ഇറ്റ് ഡിവൈഡ്സ് ഇൻടു 2, then it again divides, then it again divides. പക്ഷെ ഒരു സെല്ലിന് ഡിവൈഡ് ചെയ്യാവുന്നതിന്റെ ഒരു ഫിക്സഡ് നമ്പർ ഉണ്ട്. There is a limited number of cell divisions that it can undergo. It is called as Hayflick limit. It is a number of cells, a number of times a normal somatic differentiated human cell can divide before cell division. ആ നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഏജ്ഡ് ആകും, സെല്ലിന് ഏജിങ് സംഭവിക്കും, ഫൈനലി അത് ഡെഡ് ആകും. അതിനാണ് ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തരം സെല്ലിനും അത് ഓരോ രീതിയിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കേ, എ നോർമൽ ഹ്യൂമൻ സെൽ, it can only replicate and divide 40 to 60 times before it cannot divide anymore and will break down by programmed cell death. അപ്പോൾ ഒരു 40 to 60 times ഒക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിവിഷൻ എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. It will die. It will first age, which is called senescence, and then die. ഏജിങ്ങിനാണ് സെനസൻസ് എന്ന് പറയാ, അത് തന്നെ ഡൈ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്, ഇതിനെയാണ് നമ്മൾ ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് നമ്മുടെയൊക്കെ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, ക്രോമസോംസും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ജനറ്റിക് മെറ്റീരിയലും റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എപ്പോഴും ജനറ്റിക് മെറ്റീരിയലിന്റെ ടിപ്പിന്ന് കുറച്ച് എപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എൻഡിന്ന് കുറച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, കുറച്ച് സീക്വൻസസ്. അത് ക്രോമസോമുകളുടെ എൻഡിലായിട്ടാണ് അത് കാണുക, ടീലോമറിക് സീക്വൻസസിലാണ് അത് കാണുക. ടീലോമിയർ എന്ന് പറഞ്ഞാൽ ക്രോമസോംസിന്റെ എൻഡ്, അവിടെയാണ് നമ്മൾ ഈ ഫിനോമിനൻ കാണുക. എപ്പോഴും കുറച്ച് സീക്വൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് റിപ്പയർ ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ടീലോമറേസ്. നമ്മുടെയൊക്കെ സെല്ലിൽ ടീലോമറേസ് ഉണ്ട്, പക്ഷെ അതൊരു ലിമിറ്റഡ് അളവിലാണ്. അപ്പൊ ടീലോമറേസ് ഉള്ളിടത്തോളം ഈ ടീലോമിയർ ഷോർട്ടനിങ്ങിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. വൺസ് ടീലോമറേസിന്റെ അളവ് കൺസിഡറബിളി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീലോമിയറിന്റെ റിപ്പയർ നടക്കില്ല. അപ്പൊ സെല്ല് പതുക്കെ ഏജ്ഡ് ആകും. നമുക്കൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ അല്ലെ, നമ്മുടെയൊക്കെ ബോഡിയിൽ നമ്മുടെ യങ് ആയിട്ടുള്ള സ്റ്റേജിൽ നടക്കുന്ന റിപ്പയർ മെക്കാനിസംസ് അല്ല നമ്മൾ ഓൾഡ് ആകുമ്പോൾ അല്ലെ, നമ്മുടെ ആ ഒരു റിപ്പയറിംഗ് എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയും. അതേപോലെ തന്നെയാണ് ഒരു സെല്ലിന് ഓരോ സെൽ ഡിവിഷനും സമയത്തും അതിന്റെ ക്രോമസോമിലെ ടീലോമിയറിന് സംഭവിക്കുന്ന ഒരു ഷോർട്ടനിങ് ഉണ്ട്. അതിനെ റിപ്പയർ ചെയ്യാൻ അതിന് ടീലോമറേസ് ഉണ്ട്, പക്ഷെ ആ ടീലോമറേസിന്റെ അളവിനൊരു പരിധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീലോമറേസിന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ അതിന്റെ സെൽ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അങ്ങനെ അത് ഏജ്ഡ് ആകും, ഡെഡ് ആകും. പക്ഷെ ക്യാൻസർ സെൽസിൽ ടീലോമറേസ് കൂടുതലാണ്. ടീലോമറേസ് എന്ന് പറയുന്ന എൻസൈം ക്യാൻസർ സെൽസിൽ കൂടുതലാണ്. നോർമൽ സെൽസിൽ ക്യാൻസർ സെൽസിനെ അപേക്ഷിച്ച് ടീലോമറേസിന്റെ അളവ് കുറവാണ്, പക്ഷെ ക്യാൻസർ സെൽസിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ടീലോമറേസ് ആണ്. അപ്പൊ ടീലോമിയർ ഷോർട്ടനിങ് സംഭവിച്ചാലും ഈ ഹൈ എമൗണ്ട് ഓഫ് ടീലോമറേസ് വീണ്ടും ക്രോമസോമിനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര തവണ വേണേലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്യാൻസർ സെൽസിന് ഈ ഹേഫ്ലിക് ലിമിറ്റ് ബാധകമല്ല കേട്ടോ. ക്യാൻസർ സെൽസിന് ഹേഫ്ലിക് ലിമിറ്റ് ഇല്ല, അവർക്ക് എത്ര വേണേലും ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോൾഡ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര പ്രാവശ്യം വേണേലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ക്യാൻസർ സെൽസിന്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ the increased production of certain proteolytic enzymes. What do you mean by protein? Lytic, destroy. അപ്പോൾ പ്രോട്ടീനെ ഡിഗ്രേഡ് ചെയ്യുന്ന എൻസൈംസ് അത് ക്യാൻസർ സെൽസിന് കൂടുതലാണ്. ഏതൊക്കെ എൻസൈംസ് വെച്ചാൽ സ്പെസിഫിക് എൻസൈംസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, പ്ലാസ്മിനോജൻ ആക്ടിവേഷൻ എൻസൈം ഉണ്ട്. അതായത് നമ്മുടെ ബ്ലഡിലെ പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീനാണ് പ്ലാസ്മിനോജൻ. അത് ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ട് ബിക്കം പ്ലാസ്മിൻ. പ്ലാസ്മിൻ എന്താ ചെയ്യുക, പ്ലാസ്മിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ,
Plasmin is an enzyme which is responsible for digesting several proteins that hold the tissues surrounding the tumor cells together. So plasmin is an enzyme which is present in our serum, in our plasma. നമ്മുടെ പ്ലാസ്മയിലുള്ള ഒരു എൻസൈമാണ് പ്ലാസ്മിൻ. ഇതിന് സെല്ലുകളുടെ ഇടയിൽ ഉള്ള അഡ്ഹിയറിംഗ് പ്രോട്ടീൻസിനെ, അതായത് ടിഷ്യൂവിലുള്ള സെല്ലുകളെ തമ്മിൽ പിടിച്ചു നിർത്തുന്ന ചില പ്രോട്ടീനുകളുണ്ട്, അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ടിഷ്യൂകളെ ലൂസാക്കാൻ പറ്റും പ്ലാസ്മിന്. പക്ഷെ നമ്മുടെ പ്ലാസ്മയിൽ ഈ പ്ലാസ്മിൻ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ആ ഇനാക്റ്റീവ് ഫോമിന്റെ പേരാണ് പ്ലാസ്മിനോജൻ. ക്യാൻസർ സെല്ലുകൾക്ക് ഈ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സിസ്റ്റം വളരെ ആക്റ്റീവാണ്. അപ്പൊ ട്യൂമർ സെൽസിലെ പ്ലാസ്മിനോജൻ ആക്ടിവേഷൻ സിസ്റ്റം വളരെ എന്താ പറയുക, എൻഹാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരേത് ടിഷ്യൂവിലായാലും അവർ പ്ലാസ്മിനോജനെ ആക്ടിവേറ്റ് ചെയ്ത് പ്ലാസ്മിനാക്കും. പ്ലാസ്മിന്റെ സഹായത്തോടു കൂടി ടിഷ്യൂവിലുള്ള സെല്ലുകളുടെ ഇടയിലുള്ള ബോണ്ട് വെട്ടി 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 ടിഷ്യൂവിനെ ലൂസാക്കി മാറ്റും. അപ്പൊ ഇങ്ങനെ ടിഷ്യൂ ബാരിയേഴ്സ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്ത് ടിഷ്യൂവിനെ ലൂസാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ടിഷ്യൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും ശരീരത്തിലെ മറ്റ് ടിഷ്യൂവിലേക്ക് കയറാനും പറ്റും. സാധാരണഗതിയിൽ ഒരു ടിഷ്യൂവിലുള്ള സെൽസ് ഒക്കെ ദേ ആർ ഹെൽഡ് ടുഗെദർ. അതിനെ ഹോൾഡ് ചെയ്യുന്ന സിമന്റ്, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പ്ലാസ്മിൻ എന്ന് പറയുന്ന എൻസൈമിന്റെ ജോലി. പക്ഷെ ഭാഗ്യത്തിന് നമ്മുടെ സിറത്തിൽ അത് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കണം. ഇനാക്റ്റീവ് ഫോമിന്റെ പേരാണ് പ്ലാസ്മിനോജൻ. അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അത് പ്ലാസ്മിൻ ആവുള്ളൂ. നോർമൽ കേസിൽ അത് പ്ലാസ്മിനോജൻ ആയിട്ട് തന്നെ ഇരിക്കുക. പക്ഷെ ക്യാൻസർ സെൽസ് എന്താ ചെയ്യുക, അവർ വരുന്നത് പ്ലാസ്മിനോജൻ ആക്ടിവേഷൻ സിസ്റ്റത്തോടു കൂടിയാണ്. ഈ പ്ലാസ്മിനോജൻ ആക്ടിവേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി അവരെന്താ ചെയ്യുക, ദേ വിൽ ഡിസോൾവ് ദിസ് plasmin. They will dissolve the cement in between the cells of the tissue. അങ്ങനെ ടിഷ്യൂവിലുള്ള സെല്ലുകൾ തമ്മിലുള്ള ബോണ്ടൊക്കെ ബ്രേക്ക് ആവുകയും ഇത് വഴിയിട്ട് ഈ ബ്രേക്കുകൾ വഴി ആ ലൂസായി ടിഷ്യൂവിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി മെറ്റാസ്റ്റസൈസ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുവാനും പറ്റും. മനസ്സിലായില്ലേ? സോ ക്യാൻസർ സെൽസ് ഹാവ് ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടിയോലിറ്റിക് എൻസൈംസ്. സോ ദാറ്റ് ഇസ് അനദർ പ്രോപ്പർട്ടി ഓഫ് എ ക്യാൻസർ സെൽ. പിന്നെയുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡീസ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബോഡിയിലുള്ള പല ടിഷ്യൂസും ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്, ഡിഫറൻഷിയേറ്റഡ് ആണ്. പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല. അവരെപ്പോഴും വളരെ ഇമ്മച്ചുവർ ആയിട്ടായിരിക്കുക. ഇപ്പം നമ്മുടെയൊക്കെ ടിഷ്യൂവിലുള്ളതാണ് കാസ്പേസസ്, അത് ഇവർക്കില്ല. അപ്പം കാസ്പേസസ് ആബ്സെൻ്റ് ആയാൽ അതൊരു മാർക്കറാണ് ടിഷ്യൂ ക്യാൻസറസ് ആണെന്നുള്ളതിൻ്റെ. ഇപ്പൊ കാസ്പേസ് ആബ്സെന്റ് ആണെങ്കിൽ ആ സെല്ല് ക്യാൻസറസ് ആണ് എന്ന് നമുക്കത് അനുമാനിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പോൾ ഇതൊരു മാർക്കറാ. കാസ്പേസസ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കാസ്പേസ് ആബ്സെന്റ് ആണ്, അപ്പോൾ ക്യാൻസറസ് ആകാൻ സാധ്യതയുണ്ട് ടിഷ്യൂ. നോർമൽ സെൽസിലൊക്കെ കാസ്പേസസ് ഉണ്ട്. ഇതിനെയാണ് ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡീസ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. 2, ഇൻഎബിലിറ്റി ടു റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. ക്യാൻസർ സെൽസിന് സെല്ലുലാർ ആയിട്ടുള്ള സ്റ്റിമുലസുകളോട്, ഹോർമോണിന്റെ രീതിയിലുള്ള സ്റ്റിമുലസുകളോട്, മറ്റു ന്യൂട്രിയൻസിന്റെ രീതിയിലുള്ള സ്റ്റിമുലസുകളോട് ഒക്കെ റെസ്പോണ്ട് അവർ ചെയ്യില്ല. ദേ ആർ ഇറസ്പോൺസീവ്. അവരിതിനോടൊക്കെ റെസ്പോൺസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ആരും ഏതൊരു സ്റ്റിമുലസിനും അനുസരിച്ചിട്ട് അവരുടെ മെറ്റബോളിസം മാറ്റാനൊന്നും അവർ തയ്യാറല്ല. അവരിങ്ങനെ കോൺസ്റ്റന്റ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവർക്ക് നോർമൽ സ്റ്റിമുലസുകളോട് അവർ റെസ്പോണ്ട് ചെയ്യില്ല. നോർമൽ സ്റ്റിമുലസുകളോട്, നമ്മുടെ നോർമൽ സെൽസിലെ മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാക്കുന്ന സ്റ്റിമുലസുകളോട് ഒന്നും തന്നെ ഇവർ റെസ്പോണ്ട് ചെയ്യില്ല. മറ്റൊന്ന്, ഇവരുടെ ഫിസിയോളജിക്കൽ ഫീഡ്ബാക്ക് മെക്കാനിസം അത് വളരെ റെഡ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഡിസ്റപ്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ടിഷ്യൂവിലുള്ള സിന്തറ്റിക് പ്രോസസ് ഒക്കെ ഇവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഇന്റേണൽ ഫീഡ്ബാക്ക് മെക്കാനിസംസ് ആണ് മൊത്തം. വേറൊരു സെല്ലിൽ നിന്ന് വരുന്ന ഹോർമോണൽ സിഗ്നലോ ഒന്നും തന്നെ ഇവർ ഒബേ ചെയ്യില്ല. അതാണ് ഇവരുടെ വേറൊരു പ്രത്യേകത. മെറ്റബോളിക് ഇംബാലൻസ്. ഇപ്പൊ നോർമൽ സെല്ലില് അനാബോളിസം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ്, കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ. അതിലൊരു ബാലൻസ് ഉണ്ട്. ക്യാൻസർ സെൽസിന് അതില്ല. ക്യാൻസർ സെൽസിൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യാൻസർ സെൽസിൽ കാർബോഹൈഡ്രേറ്റിന്റെ കാറ്റബോളിസം വളരെ കൂടുതലാണ്, അനാബോളിസം കുറവാണ്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ഡൗൺ ക്യാൻസർ സെൽസിൽ കൂടുതലാണ്, പക്ഷേ ബിൽഡിംഗ് അപ്പ് വളരെ കുറവാണ്. ഗ്ലൈക്കോലിസിസ് പോലത്തെ പ്രോസസ്സൊക്കെ അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും നോർമൽ സെൽസിനെ അപേക്ഷിച്ച്. നേരെ മറിച്ച്
ഇപ്പൊ ന്യൂക്ലിക് ആസിഡ്സിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ അവർക്ക് ബിൽഡിംഗ് അപ്പാ കൂടുതൽ നോർമൽ സെല്ലിനെക്കാട്ടിലും, ബ്രേക്കിംഗ് ഡൗൺ കുറവാണ്. അതെന്തിനാന്ന് വെച്ചാൽ പുതിയ 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 സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ DNA ഉണ്ടാക്കണം. അതൊക്കെ അവരിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കും. അപ്പൊ എങ്ങനെയാണോ അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനാവശ്യമുള്ള എല്ലാ മെക്കാനിസംസ് ഇവരിൽ ഓൺ ആണ്. ഈവൻ മറ്റ് ടിഷ്യൂവിലുള്ള മെറ്റബോളിക് ബാലൻസ് ഒന്നും ഇവര് ഒബേ ചെയ്യില്ല. ഇവർക്ക് വേഗം വേഗം മൾട്ടിപ്ലൈ ചെയ്യാൻ ഇഷ്ടം പോലെ എനർജി വേണം. അപ്പൊ അവർ വേഗം 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 ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പൊ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ വളരെ കൂടുതലാണ് മറ്റു സെല്ലിനെ അപേക്ഷിച്ച്, എന്നാൽ ബിൽഡിംഗ് അപ്പ് കുറവാണ്. നേരെ മറിച്ച് ന്യൂക്ലിക് ആസിഡ്സ് പെട്ടെന്ന് 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 ബിൽഡപ്പ് ചെയ്യും മറ്റ് സെൽസിനെ അപേക്ഷിച്ച്. കാരണം അവർക്ക് പുതിയ പുതിയ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ ജനറ്റിക് മെറ്റീരിയൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു പ്രോപ്പർട്ടി അൺഫേവറബിൾ കണ്ടീഷൻസിനോട് വളരെയധികം അഡാപ്റ്റഡ് ആണ്. ഓക്സിജന്റെ ഡെഫിഷ്യൻസി ആയാലും, ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ആയാലും, ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ ഡെഫിഷ്യൻസി ആയാലും, അയോണിന്റെ ഡെഫിഷ്യൻസി ആയാലും ഒന്നും ഇവർ കെയർ ചെയ്യില്ല. ദേ വിൽ കണ്ടിന്യൂ മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് അഡാപ്റ്റേഷൻ ടു അൺഫേവറബിൾ കണ്ടീഷൻസ്. പിന്നെ ക്രോമസോമൽ ഇൻകോൺസ്റ്റൻസി ആൻഡ് ജനറ്റിക് ഇൻസ്റ്റെബിലിറ്റി. നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ സെല്ലുകളിലുള്ള ക്രോമസോം നമ്പർ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഹാപ്ലോയിഡ് സെൽസിലാണെങ്കിൽ 23 ക്രോമസോംസ് ആയിരിക്കും, ഡിപ്ലോയിഡ് സെൽസിലാണെങ്കിൽ 23 പെയർസ് അല്ലെങ്കിൽ 46 ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ നമ്മുടെ സെല്ലുകളൊക്കെ ജനറ്റിക്കലി സ്റ്റേബിൾ ആണ്. പക്ഷെ ക്യാൻസർ സെൽസിൽ ഈ നമ്പറൊക്കെ വ്യത്യാസപ്പെടും. ക്രോമസോം കോംപ്ലിമെന്റ്, DNA കണ്ടതൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർ ജനറ്റിക്കലി അൺസ്റ്റേബിൾ ആണ്, അബ്നോർമൽ ആണ്. ക്യാൻസർ സെൽസിലുള്ള ക്രോമസോംസിലൊക്കെ കുറേ നമുക്ക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്പറിന് വ്യത്യാസം ഉണ്ടായിരിക്കും, സ്ട്രക്ചറിന് അഡീഷൻസ് ഡിലീഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ക്യാൻസേഴ്സ് ഉണ്ട് താനും. ഇപ്പൊ ചില പെർട്ടിക്കുലർ റീജിയൻ ക്രോമസോമില് ഡെഫിഷ്യൻസി വന്നിട്ട് ഡിലീഷനും മറ്റും വന്നിട്ടുണ്ടാകുന്ന ക്യാൻസേഴ്സ് ഉണ്ട്. അതൊക്കെ വളരെ കോമൺ ആണ്. അപ്പൊ ക്രോമസോം ഇൻകോൺസ്റ്റൻസി അവർക്ക്, ക്രോമസോമിന്റെ നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ക്രോമസോമിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി ഇനാക്റ്റീവ് ഗോൾജി ബോഡി ആൻഡ് ഡിസോർഗനൈസ്ഡ് സൈറ്റോസ്കെലറ്റൻ. ക്യാൻസർ സെൽസിന് ഗോൾജി ബോഡി നല്ല ന്യൂമറസ് ആയിരിക്കും മറ്റ് നോർമൽ സെൽസിനെ അപേക്ഷിച്ച്. ഇഷ്ടം പോലെ നമ്പർ ഉണ്ടായിരിക്കും, പക്ഷെ പലതും ഇനാക്റ്റീവ് ആൻഡ് ഫങ്ഷൻലെസ് ആയിരിക്കും. ദോ ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് ഗോൾജി ബോഡീസ്, ദേ വിൽ മോസ്റ്റ്ലി ബി ഫങ്ഷൻലെസ്. പിന്നെ ഇവരുടെ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ സെല്ലിലുള്ള മൈക്രോ ഫിലമെന്റ്സ്, മൈക്രോ ട്യൂബ്യൂൾ, ഇതൊക്കെ സെൽ ഡിവിഷന്റെ സമയത്ത് സഹായകരമാണ്. ഹൈലി ഡിസോർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇവരുടെ മൂവ്മെന്റ് ഒന്നും കോർഡിനേറ്റഡ് അല്ല. നമ്മുടെ നോർമൽ സെല്ലിന്റെ മൂവ്മെന്റിനെയും ഡിവിഷനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഈ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ക്യാൻസർ സെൽസിൽ അബ്നോർമൽ ആണ്, ഡിസോർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇവര് നോർമൽ ആയിട്ടുള്ള ഡിവിഷനും നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റും ഒന്നുമല്ല കാണിക്കുക. ഒരു ഡിഫക്റ്റീവ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്, ഡിഫക്റ്റീവ് ഡിവിഷനും ഒക്കെയാണ് ഇവർ കാണിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോലിസിസ് വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹൈ ഷുഗർ യൂട്ടിലൈസേഷൻ ആണ് ഇവരുടെ വേറൊരു ടെൻഡൻസി. അതെന്തിനാണ്? പെട്ടെന്ന് ഗ്രോ ചെയ്യാനും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനും. അവർക്ക് ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ പോലും അവരുള്ള ഗ്ലൂക്കോസിനെ മുഴുവൻ ഉപയോഗിച്ച് അവർ എനർജി കണ്ടെത്തും. നമ്മുടെയൊക്കെ സെല്ലുകൾ ഓക്സിജന്റെ പ്രസൻസിൽ വേഗം ക്രെബ് സൈക്കിളിലേക്ക് കയറി മാക്സിമം എനർജി ടാപ്പ് ചെയ്യും. ഇവർ വെറുതെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോലിസിസ് വഴി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കും, ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ പോലും. ലാസ്റ്റ് വൺ, നെഗറ്റീവ് ചാർജ് ഓൺ പ്ലാസ്മ മെംബ്രെയിൻ. ക്യാൻസർ സെൽസിലെ മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് പ്ലാസ്മ മെംബ്രെയിനിന്റെ നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ടാണ് കാണുന്നത്. കാരണം അയോണിക് ഡിസ്ട്രിബ്യൂഷന്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പം മറ്റുള്ള സെല്ലുകളെ അപേക്ഷിച്ച് അയോണിക് ഡിസ്ട്രിബ്യൂഷന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇവരുടെ പ്ലാസ്മ മെംബ്രെയിന്റെ നെഗറ്റീവ് ചാർജ് കുറച്ച് കൂടുതലാണ് നോർമൽ സെൽസിനെ അപേക്ഷിച്ച്. അപ്പൊ ഇതൊക്കെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തിനാ നമ്മളെ ഒരു കാര്യത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യും, ക്യാൻസറിന്റെ ഡയഗ്നോസിസിന്, അതേപോലെ തന്നെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇതുകൂടാതെ ക്യാൻസർ സെൽസിന്റെ പുറത്ത് മാത്രം കാണുന്ന ചില ക്യാൻസർ സ്പെസിഫിക് ആന്റിജൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ക്യാൻസറിനെ തിരിച്ചറിയാൻ പറ്റും. ലാർജ് ന്യൂക്ലിയസ്, ഇറഗുലാർ ന്യൂക്ലിയസ്, ലാർജ് ന്യൂക്ലിയോലസ്, ക്രൊമാറ്റിൻ ഇറഗുലർ ആയിരിക്കും, ഇന്റർക്രൊമാറ്റിൻ ഗ്രാന്യൂൾസ്, പെരിക്രൊമാറ്റിൻ ഗ്രാന്യൂൾസ്, ഇതൊക്കെ ഇറഗുലർ ആയിരിക്കും. റൈബോസോംസ് ധാരാളം ഉണ്ടായിരിക്കും. അതുപോലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ധാരാളം ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കൂടി ക്യാൻസർ സെൽസിന്റെ പ്രത്യേകതയാണ്. So these are the abnormal properties of a cancer cell.